വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാർഡ് ബോർഡും ചാർട്ട് പേപ്പറും വെച്ചിട്ട് ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ് ബോർഡ് എടുത്തിറങ്ങുന്നത് 20 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പീസാണ്. പിന്നെ നമ്മൾ ആ റോസ് കളർ ചാർട്ട് എടുത്തിറങ്ങുന്നത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള 20 സെൻറ്റിമീറ്റർ കാർഡ് ബോർഡ് ഒരു മഞ്ഞ കളർ ചാർട്ട് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യണത്. എൻ്റെ കയ്യിൽ യെല്ലോയും റോസും ഉള്ള കാരണമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഏത് കളർ ചാർട്ട് വേണമെങ്കിലും എടുക്കാം. കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ചാർട്ട് അല്ലാതെ കളർ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാനും പറ്റും. കാർഡ് ബോർഡ് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഒട്ടിക്കേണ്ട രീതിയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മൊത്തത്തിൽ മാർക്ക് ചെയ്തെടുക്കണം. നിങ്ങളെടുക്കുന്ന കാർഡ് ബോർഡിൻ്റെ സൈസും പിന്നെ ആ ചെറിയ ചാർട്ടിൻ്റെ സൈസും അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ മെഷർമെൻറ്റ് കംപ്ലീറ്റ് കണക്ക് കൂട്ടേണ്ടത്. ഞാനെടുത്തിറങ്ങുന്ന മെഷർമെൻറ്റ് ഫസ്റ്റത്തെ ബോർഡറിന് 1.5 സെൻറ്റിമീറ്റർ വിട്ടു, പിന്നെ 2 സെൻറ്റിമീറ്ററിൻ്റെ ചാർട്ട് വയ്ക്കാനുള്ളത്, പിന്നെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, പിന്നെ വീണ്ടും 2 സെൻറ്റിമീറ്റർ ചാർട്ട് വയ്ക്കാനുള്ളത്. അങ്ങനെ മൊത്തത്തിൽ മാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫുള്ള് വരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ ഇത്തിരി എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് ഈ വരയ്ക്കണത് വൃത്തികേടാൻ തോന്നുകയാണെങ്കിൽ പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മായ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കംപ്ലീറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ ഇത്തിരി എളുപ്പമുണ്ടാവും തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കണത്. ഉള്ളിലൊട്ടിക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് 2 സെൻറ്റിമീറ്ററിൻ്റെ 36 പീസാണ് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാതും 1 by 1 ആയിട്ട് നമ്മൾ മാർക്കിങ്ങിനനുസരിച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഉള്ളിലൊട്ടിച്ചു കൊടുക്കാം. 2 സെൻറ്റിമീറ്ററിൻ്റെ ചാർട്ട് പേപ്പർ കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള ഈ ബീഡ്സ് ഞാൻ നോർമൽ നെറ്റിപ്പട്ടം മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെറ്റിപ്പട്ടം മേക്കിങ്ങിന് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ബാലൻസ് വന്ന ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിറർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബീഡ്സോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ബീഡ്സ് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു. ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ലെയ്സാണ് ഒട്ടിക്കണത്. ലെയ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിടുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ സ്റ്റാർട്ടിങ്ങിൽ നിന്ന്. അപ്പോൾ അത് 1.5 സെൻറ്റിമീറ്റർ നമ്മൾ വിട്ടത് ഈ ലെയ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ലെയ്സ് ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒട്ടിക്കരുത് ഒരിക്കലും. എനിക്കിവിടെ മിസ്റ്റേക്ക് പറ്റിയതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ലെയ്സ് ഒട്ടിച്ച് വന്നപ്പോൾ ഭയങ്കര വൃത്തികേട് പോലെ തോന്നി എനിക്ക്, കാരണം കംപ്ലീറ്റ് ആവാത്ത പോലെ കോർണറുകളൊക്കെ. അപ്പോൾ നിങ്ങൾ ലെയ്സ് ഒട്ടിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒട്ടിക്കാതിരിക്കുക. ലേസ് ഒട്ടിക്കുമ്പോൾ ഫുൾ കോർണർ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഫിനിഷ് വരില്ല, വൃത്തിയും തോന്നില്ല. ലേസും ഫെവിക്കോളും വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ലേസ് കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ആ കോർണർ ഭയങ്കര വൃത്തികേട് തോന്നി. അപ്പോൾ ഞാനത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ ഇതേപോലെ ഒരു സർക്കിൾ പീസും 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസും കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ 4 കോർണറിലും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്ത്. അതിൻ്റെ സെൻറ്ററിൽ മിററും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ആ വൃത്തികേട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലേസ് ഒട്ടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കോർണറിൽ ഒട്ടിക്കേണ്ട ആവശ്യം വരില്ല. കോർണറിലെ ആ വൃത്തികേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ചാർട്ട് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഞാൻ മിററാണ് ഒട്ടിക്കണത്. മിറർ നോർമൽ ചെറിയ സർക്കിൾ ഷേപ്പാണ് മിററിനെ എടുത്തിട്ടുള്ളത്. അതും എല്ലാറ്റിലും ഒട്ടിക്കണില്ല, ഓരോന്ന് ഇടവിട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വൃത്തിയും തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. മിറർ കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. അടുത്തത് ഹാങ്ങിങ്ങിനുള്ളതാണ്. ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ 3 സെൻറ്റിമീറ്ററിൻ്റെയും 2 സെൻറ്റിമീറ്ററിൻ്റെയും ഇങ്ങനെ സ്ക്വയറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് വൈറ്റ് കളർ വുളൻ ത്രെഡിൽ 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് 3 എണ്ണമാണ് ഒരു ത്രെഡിൽ ഒട്ടിക്കണത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗിയും തോന്നുന്നത് അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. നമ്മൾ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. നെറ്റിപ്പട്ടം, ആലവട്ടം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് എനിക്കറിയുന്ന രീതിയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടോട്ടൽ നമ്മൾ 5 എണ്ണമാണ് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണം കൂട്ടാം, അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തും കൂട്ടാം വുളൻ ത്രെഡിൻ്റെ. അപ്പോൾ വുളൻ ത്രെഡിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒട്ടിച്ചിട്ടുള്ള ചാർട്ട് പേപ്പർ ഇനിയും ക്വാണ്ടിറ്റി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത്ത് എത്ര വേണമെങ്കിലും കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത്തിരി കൂടി ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു ചാർട്ട് പീസ് അതും ഒട്ടിച്ചു കൊടുക്കേണ്ടി ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ട് വുളൻ ത്രെഡ്. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരു കാർഡ് ബോർഡും കുറച്ച് ചാർട്ട് പേപ്പറും വെച്ചിട്ട് നമ്മളൊരു ഹാങ്ങിങ് ക്രാഫ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ ലെയ്സ് ഞാൻ ഇത്തിരി കൂടി ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെയ്സ് ഒഴിവാക്കിയിട്ടും ചെയ്യാനും ഇതേപോലെ നിങ്ങൾക്ക് ഉള്ളിലെ ചാർട്ട് ഞാൻ ചെറിയ ചെറിയ ചാർട്ട് പീസ് ഒട്ടിച്ചുല്ലോ 2 സെൻറ്റിമീറ്ററിൻ്റെ, അതിന് പകരം നിങ്ങൾക്ക് പെയിൻറ്റും കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. ഇതേപോലെ ഒരുപാട് ക്രാഫ്റ്റ്
ക്രാഫ്റ്റ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.